കുട്ടികളെ, ഫസദ്ഗഞ്ചിൽ ഗോ കാർട്ട് പാർക്ക് തുടങ്ങാൻ പോവുകയാണ്. അവിടെ ഗോ കാർട്ടിംഗ് ഉണ്ടാവും. പിന്നെ അവർ തന്റെ ഗോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോ കാർട്ട് റേസ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ റേസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാം എന്റെ അടുത്ത് പേര് തരേണ്ടതാണ്. സർ ഞാനുണ്ട്. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം സർ. തീർച്ചയായും ഞാൻ ഫസ്റ്റ് വരും. ഞാൻ എന്റെ ഗോ കാർട്ട് നല്ലപോലെ ഓടിക്കും. വണ്ടി ഗോ കാർട്ട് വളരെ കോസ്റ്റ്ലി ആണ്. അതൊന്നും സാധാരണ കാറല്ല. അതുകൊണ്ട് അവർ എല്ലാവർക്കും കാർ നൽകുന്നുണ്ട്. എന്റെ അച്ഛന്റെ കയ്യില് ഒരുപാട് കാശുണ്ട്. അദ്ദേഹം എനിക്ക് ഒരു പുതിയ ഗോ കാർട്ട് വാങ്ങിച്ചു തരും. ഓക്കെ. ഏതൊക്കെ കുട്ടികൾ ഗോ കാർട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു അവർ പേര് കൊടുത്തോളൂ. സർ, ഞാനും എമിലിയും ഈ ഗോ കാർട്ട് റേസിൽ പങ്കെടുക്കുന്നുണ്ട്. വേറെ ആരെല്ലാമാണ് ഈ റേസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്? അവരെല്ലാം കൈയൊന്ന് പൊക്കിക്കേ. എന്റെ പ്രിയപ്പെട്ട അച്ഛാ, ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല അച്ഛൻ നിങ്ങളാണ്. ഐ ലവ് യു അച്ഛാ. ഞാൻ വളരെ ലക്കിയാണ്. അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ അച്ഛനായി കിട്ടിയത്. സുഖിപ്പിച്ചത് മതി ബണ്ടി. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. നീ കാര്യം പറ. അച്ഛാ, എനിക്കൊരു ഗോ കാർട്ട് വേണം. അതിനെന്താ നീ മേടിച്ചോ? എന്താ ഗോ കാർട്ടോ? പ്ലീസ് അച്ഛാ, പ്ലീസ്. എന്റെ പ്രിയപ്പെട്ട അച്ഛനല്ലേ, പ്ലീസ് അച്ഛാ. നല്ല അച്ഛനല്ലേ, പ്ലീസ് അച്ഛാ. പ്ലീസ് അച്ഛാ, പ്ലീസ്. എന്റെ പൊന്നച്ഛനല്ലേ, എനിക്കൊരു ഗോ കാർട്ട് വാങ്ങിച്ചാ. പ്ലീസ് അച്ഛാ, പ്ലീസ്. ഞാൻ ആ ഗോ കാർട്ട് റേസിൽ ഫസ്റ്റ് വരണം. അതിനു വേണ്ടിട്ടാ. ഓ യങ് ബോയ്, ഗോ കാർട്ട് റേസിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അവരെ ഒരിക്കലും ഡിസ്കറേജ് ചെയ്യരുത്. അവന് നിങ്ങളെ ഒരു ഗോ കാർട്ട് വാങ്ങി കൊടുത്തേക്ക്. ഈ ഓൾഡ് മാനെ ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ സാർ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇങ്ങനെയൊന്നും നടക്കാറില്ല. ഒരു കുട്ടിയും ഇത്ര കോസ്റ്റ്ലി ആയ കാര്യങ്ങളൊന്നും ചോദിക്കാറുമില്ല. ഞാനുണ്ടല്ലോ ഒരു ഗോ കാർട്ട് കമ്പനിയുടെ ഓണറാണ്. നിങ്ങളുടെ മകൻ പറഞ്ഞ ആ ഗോ കാർട്ട് റേസിന് വേണ്ടിയാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ യങ് ആൻഡ് ബ്രില്യന്റ് ആയ കുട്ടിക്ക് പുതിയൊരു ഗോ കാർട്ട് കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ റേസിന് ശേഷം നിങ്ങൾ അത് എനിക്ക് തന്നെ തിരികെ കൊണ്ട് തരേണ്ടതാണ്. താങ്ക് യു അങ്കിൾ, താങ്ക് യു. സോ നാളെ ഞാൻ ആ ഗോ കാർട്ട് റേസിൽ പുതിയ ഒരു ഗോ കാർട്ടുമായി എത്തുന്നതായിരിക്കും. നമുക്ക് അവിടെ വെച്ച് കാണാം. ആ ആളെ കാണാൻ ടിംബക്ടുവിനെ പോലെ ഉണ്ടല്ലോ, അല്ലേ എമിലി? യെസ്, യു ആർ റൈറ്റ്. അപ്പോൾ നമ്മളും ഒരു സ്പെഷ്യൽ ഗോ കാർട്ട് റെഡിയാക്കേണ്ടി വരും എമിലി. എന്ത് പ്രശ്നം വന്നാലും അത് നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഗോകാർട്ടിൽ എപ്പോഴും ഒരു സീറ്റല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ നീ 2 സീറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനില്ലാതെ നീ റേസിൽ പങ്കെടുക്കൂല, അല്ലേ വീർ? മാറി നിൽക്കും. വീർ രണ്ടാമതൊരു സീറ്റ് ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിട്ടാ. സോറി മൈ ഡിയർ ഫ്രണ്ട്സ്. ഇത്ര തടിച്ചു കൊടുത്ത എലിയോ? ലുക്ക് ഡെലീഷ്യസ്. മോന വേണ്ട, അതിനെ പിടിക്കരുത്. നിനക്കതിനെ പിടിക്കാൻ സാധിക്കില്ല. മോന അരുത്, വേണ്ട, നിൽക്ക്, അതിനെ വിട്ടേക്ക്. മോന, ഞാൻ പറയുന്നത് നീ കേൾക്കില്ലല്ലേ? മോന, നിനക്ക് ആ എലിയെ പിടിക്കാൻ സാധിക്കില്ല. വിട്ടേക്ക്. എന്റെ പല്ല് പോയി. ഈ നശിച്ച എലി കാരണം എന്റെ പല്ല് മൊത്തം പോയി. അത് സാധാരണ എലിയല്ല, ഒരു റോബോ എലിയാണ്. നിനക്ക് പോലും അതിനെ തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ വീറിനും അതിനെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഞാനിങ്ങനെ ഒരുപാട് റാറ്റ് റോബോട്ട്സിനെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. രാത്രി ഈ എലികളെല്ലാം വീറിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ വയറുകളെല്ലാം വലിച്ചു കീറുന്നതാണ്. അതിനുശേഷം വീർ ക്ലോസ്. വീറിന് പോലും അതറിയില്ല. അവന്റെ കഥ കഴിയുന്ന സമയം അവന് പോലും അറിയില്ല. പക്ഷെ ബാക്കിയുള്ള എലികളൊക്കെ എവിടെയാണ് ബോസ്? അവർക്കൊക്കെ എങ്ങനെയാണ് വീറിനെ തിരിച്ചറിയാൻ കഴിയുക ബോസ്? ഗുഡ് ക്വസ്റ്റ്യൻ. ദാ കണ്ടോളൂ, ഞാൻ ഈ റാറ്റ് റോബോട്ടിൽ നിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മറ്റുള്ള എല്ലാ റാറ്റ്സിലും നിന്റെ ഫോട്ടോ ട്രാൻസ്ഫർ ആവാൻ പോവുകയാണ്. ആരുടെ ഫോട്ടോയാണോ ഇതിനകത്തുള്ളത് അവനാണ് അവരുടെ ടാർഗറ്റ്. ഇനി എന്റെ കളി കണ്ടോളൂ. ബോസ്, ബോസ്, ഈ
ഈ എലികളെല്ലാം എന്റെ പുറകെ വരുന്നു ബോസ്. രക്ഷിക്കണേ, ഇതിനെല്ലാം വീടിന്റെ പുറകെ അയക്കുമോ? I am glad. ടിംബക്ടോ, നീ ഇത് കണ്ടോ? എന്റെ സ്പെഷ്യൽ ബൈക്ക്. ഇതിന്റെ പേരെന്താണെന്നറിയോ? മാഡ് ബൈക്ക്. ഇതിലെങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്താണുള്ളത് ബോസ്? വീർ ഇതിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ വേണ്ട വേണ്ട, ഞാൻ നിങ്ങളോട് ഇനി സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല. എത്ര വർഷമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ എനിക്കൊരു സൈക്കിളെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? പക്ഷെ ആ വീറിന് വേണ്ടി നിങ്ങൾ മോട്ടോർ സൈക്കിൾ റെഡിയാക്കി കൊടുക്കാൻ പോവാണല്ലേ? നിങ്ങൾക്കിപ്പോ പെട്ടെന്ന് എന്താണ് പറ്റിയത് ബോസ്? നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയത്? എടാ, ഇത് ചുറ്റിക്കറങ്ങുവാനുള്ള ബൈക്കല്ല, ഇത് അവന്റെ കഥ കഴിക്കുവാനുള്ള ബൈക്കാ. ഇത് നീ വീറിന്റെ വീടിന്റെ മുൻപിൽ കൊണ്ടുവച്ചിട്ട് വാ. അവൻ ഇതിന്റെ മുകളിൽ കയറിയിരിക്കും. ദാ ഇതുപോലെ രണ്ട് കാലും കയറ്റി വെച്ച് ഇങ്ങനെ. അപ്പോൾ അവന്റെ കാല് ഈ ഫുട് റെസ്റ്റിന്റെ മേൽ കുടുങ്ങിപ്പോകും. അവന് പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ലടാ. അവന്റെ ശരീരവും ഈ സീറ്റിൽ വെച്ചിരിക്കുന്ന മാഗ്നറ്റിൽ ഒട്ടിപ്പോകും. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോടാ? അല്ല ബോസ്, ഈ റിമോട്ട് വെച്ച് എന്ത് ചെയ്യാനാ? ആ റിമോട്ട് ഓൺ ചെയ്ത് ഞാനായിരിക്കും ഈ ബൈക്കിനെ കൺട്രോൾ ചെയ്യുക. നമ്മൾ വീഡിയോ ഗെയിം കളിക്കാറില്ലേ? വീറിനെ ഒരു അപകടം പിടിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവന്റെ കഥ കഴിക്കുന്നതാണ്. ഐ എം ഗ്ലാഡ്, വെരി വെരി ഗ്ലാഡ്. എനിക്ക് ഈ വീഡിയോ ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യാ. എടാ ടിംബക്ടോ, നീ എന്താ ചെയ്യുന്നത്? എടാ നിർത്താ, എടാ റിമോട്ട് നിർത്താൻ. ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണ ഈ വണ്ടിയിൽ. എടാ നിർത്താനാ പറഞ്ഞ ടിംബക്ടോ. അതെ, പുറകോട്ട് പോണോ ഈ വണ്ടി? എന്താ പുറകോട്ട് പോണത്? എടാ എടാ നിർത്താൻ, ടിംബക്ടോ നിർത്ത. ആകാശത്തൂടെ ഓടുന്നു. ടിംബക്ടോ താഴെ ഇറക്കടാ. അതേ വീണ്ടും പോകുന്നു. ടിംബക്ടോ, നിന്റെ ഗെയിം അവസാനിപ്പിക്കടാ. ടിംബക്ടോ, വീർ വരൂന്നേ, നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് ക്യാരറ്റ് വാങ്ങിച്ചോണ്ട് വരാം. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ, എനിക്ക് എങ്ങോട്ട് വരാനും മൂടില്ല. ഓ ആ പിന്നെ എനിക്കും വിശക്കുന്നുണ്ട്. ഈടാ, മാജിക് ഇല്ലെങ്കിൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാജിക് പവർ ഇല്ലെങ്കിലേ നീയും പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. ഇത് തെറ്റാ. മാജിക് പവർ ഇല്ലാതെ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, അല്ലേ എമിലി? അതെ ചിണ്ടു, നീ വിചാരിച്ച നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ നീ വിചാരിക്കുന്നില്ലല്ലോ. ടിംബക്ടോ, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ലല്ലോ. പല പ്രാവശ്യം നീ വീറിന്റെ കഥ കഴിക്കാൻ പോയതല്ലേ? എന്നിട്ട് വല്ലതും നടന്നോടാ മണ്ണുണ്ണി? ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നീ ചെന്ന് ബീറിനെ ഒന്ന് ക്ലോസ് ചെയ്ത് കാണിക്കേ. ആ ഒരു ജോലിക്ക് ബോസ് എന്നെ ഇതുവരെ പറഞ്ഞയച്ചിട്ടില്ല. അയച്ചിരുന്നെങ്കിലേ ആ വീറിന്റെ കഥ അവസാനിപ്പിക്കുന്നതേ എനിക്ക് വളരെ ഈസി ആയ കാര്യമാണ്. ആണോ? ഇതെന്താ ഞാൻ നേരത്തെ ആലോചിക്കാതിരുന്നതാ? ഇപ്രാവശ്യം നീ പോയാൽ മതി. നിന്റെ നഖങ്ങൾ കൊണ്ട് ആ വീറിനെ മാന്തി കീറി നശിപ്പിച്ച് കളയ. ബോസ്, അത് പിന്നെ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. നിങ്ങൾ പെട്ടെന്ന് സീരിയസ് ആയി പോയോ ബോസ്? യെസ് യെസ്, ഐ ആം സീരിയസ്. ഞാൻ നിന്റെ ഈ നഖങ്ങളിൽ ഈ കുപ്പിയിലുള്ള വൈറസ് തേച്ച് പിടിപ്പിക്കാം. നീ നഖങ്ങൾ കൊണ്ട് വീറിനെ മാന്തുമ്പോൾ ഈ വൈറസ് വീറിന്റെ ശരീരത്തിനുള്ളിലെ എല്ലാ മെഷീനുകളെയും നശിപ്പിച്ച് കളയുന്നതാണ്. കാറ്റ്മുന,
ഓൾ ദ ബെസ്റ്റ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞാനിപ്പോ കുടുങ്ങിപ്പോയല്ലോ. എന്തിനാ ഞാൻ അങ്ങനെയൊക്കെ പറയാൻ പോയത്? എന്തിനാ പറയാൻ പോയത്? വീർ ഇവിടെ ഒരു പൂച്ച വന്നിട്ടുണ്ട്. ഏതാ പൂച്ച വന്നിട്ടുണ്ട്? നിനക്ക് എന്താ പറ്റിയത് ചുൾബോൾ? എന്തിനാ ഇങ്ങനെ നടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അത് വെറും ഒരു പൂച്ചയായിരുന്നില്ലേ? നിന്റെ നിലവിളി കേട്ടത് ഓടിപ്പോയി കാണും. അവസാന നിമിഷത്തിൽ ആ കഴുതു വന്ന് എന്റെ പ്ലാനിങ് മൊത്തം നശിപ്പിച്ചു. പക്ഷെ ആ വീറിപ്പോ പുറത്തേക്ക് ഇറങ്ങി വരട്ടെ. ഞാൻ എന്റെ കാലുകൊണ്ട് അവനെ മാന്തി ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും. ഈ പൂച്ചയെ കാണാൻ എന്ത് രസാ. ഞാൻ ഇതിന് ഇപ്പൊ തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പാല് കൊടുക്കാൻ പോവാ. ആദ്യം ഈ തടിയന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എന്നെ ജോലിയൊന്നും ചെയ്യാൻ സമ്മതിക്കില്ലെന്നാ തോന്നുന്നേ. ഓടല്ലേ, അവിടെ നിക്ക്. പുറത്തേക്ക് പോണ്ട, അവിടെ ഭയങ്കര അപകടമാ. നീ ഇപ്പൊ പാല് കുടിക്ക്. എന്നിട്ട് ഞാനുണ്ടല്ലോ നിനക്ക് ഫിഷ് കഴിക്കാൻ തരാം. 100% ഫ്രഷ്. അതിന് നല്ല അടിപൊളി രുചിയായിരിക്കും. സൂപ്പർ ആയിരിക്കും. ഫ്രഷ് ആയ മീനോ? നിക്ക് നിക്ക്, ഇതെന്തേ കാണിക്കുന്നേ? എന്റെ ദൈവമേ, ഇത് എന്തൊക്കെയാ ചെയ്യുന്നേ? അതിന് താഴെ ഇറങ്ങ, അത് പൊട്ടിപ്പോവും. അയ്യോ, അവിടെ നിക്ക് കിറ്റി, അവിടെ നിക്ക്, അവിടെ നിക്കാൻ. നിക്ക് നിക്ക്, നീ എന്തേ ചെയ്യുന്നേ? നിക്കാൻ. അയ്യോ, താഴേക്ക് ഇറങ്ങ വേഗം, അത് പൊട്ടിപ്പോവും. ഇത് കണ്ടോ? വെയിറ്റ് ലോസ്. ഇതിനെ ഈ ഗൺ വെച്ച് ഷൂട്ട് ചെയ്ത് ആരുടെയെങ്കിലും ശരീരത്തിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശരീരത്തിലെ വെയിറ്റ് കുറഞ്ഞു പോകും. പിന്നെ അവർക്ക് നിലത്ത് നിൽക്കുവാൻ പോലും സാധിക്കില്ല. ആകാശത്തിലേക്ക് പറന്നുയരും, ഭാരം നഷ്ടപ്പെട്ട്. പക്ഷെ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുമ്പോ? നീ ഇത് വെച്ച് വീറിനെ ഷൂട്ട് ചെയ്യുക. പിന്നെ അവന്റെ പറക്കുന്ന ജെറ്റ് പാക്ക് അതും നശിപ്പിച്ചേക്ക്. പിന്നെ അവൻ ഒരിക്കലും പറക്കാനാവില്ല. നിലത്തിറങ്ങി നിൽക്കുവാനും പറ്റില്ല. ടിംബക്ടോ, She's right, boss. She's right. പക്ഷേ എന്റെ കൈവശം വേറൊരു ഐഡിയയുമുണ്ട് ബോസ്. നമ്മളൊരു കൊടുങ്കാറ്റുണ്ടാക്കിയിട്ട് വീറിനെ ആ കാറ്റിക്കൂടെ വളരെ ദൂരത്തേക്ക് പറത്തിക്കളഞ്ഞേക്കാം. അതിന് ഞാനൊരു ഫാൻ കരുതിയിട്ടുണ്ട് ബോസ്. ഇത് കണ്ടോ, ഇത് കണ്ടോ? നിങ്ങളുടെ ഈ സ്പീക്കർ നന്നായിട്ട് വർക്ക്ഔട്ട് ആകുന്നുണ്ട്. അതേ ബോസ്, നിങ്ങൾ എങ്ങനെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങളുടെ ഈ സ്റ്റിക്കർ ശരിക്കും ജോലി ചെയ്യുന്നുണ്ട്. അതേ ബോസ്. ഓഫ് ചെയ്യണം. I am mad. Very, very mad. നീ ഇനി ഒറ്റയ്ക്ക് പോകണ്ട. നിന്റെ കൂടെ ലാഫിംഗ് റോബർട്ടും വരുന്നതാണ്. എനിക്ക് നിന്നെ അത്ര വിശ്വാസം പോരാ. ഇംലി, ചുൾബുൾ, നിങ്ങൾ ഇവിടെ വിട്ട് വേറെ എങ്ങോട്ടും പോകരുത്. ഞാൻ ഇപ്പൊ വരാം. റോബോബോയ് സ്യൂട്ട് ഓൺ.
ha ha ha